ദേവിയെ അനുഗ്രഹിക്കുന്ന ഭാഗം നമ്മൾ കാണുകയാണ്. അതിനുശേഷം പിന്നീട് മനുവിന്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു 1, 2, 3, 4 മന്വന്തരങ്ങളുടെ കഥ പറയാണ് ഇവിടെ പറഞ്ഞു. അങ്ങനെ 4ാമത്തെ മന്വന്തരം താമസമന്വന്തരം എന്നറിയപ്പെടും. ആ മന്വന്തരത്തിൽ ഇവിടെ ഭരിച്ച മനുവിന്റെ കാലഘട്ടത്തിലാണത്രേ ഭഗവാൻ ഗജേന്ദ്രനെ മുക്തമാക്കിയതെന്ന കഥ പറഞ്ഞപ്പോ ആ കഥയെന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ 2, 3, 4 അധ്യായങ്ങളിലൂടെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഉപാഖ്യാനം പറയാൻ. അപ്പൊ എന്താണ് ഈ കഥ? ത്രികൂടം എന്ന് പറയുന്ന ഒരു പർവ്വതം. ഞാൻ കഥ വളരെ ചുരുക്കും, കാരണം സമയം വളരെ കുറവാണ്. ത്രികൂടം എന്ന് പറയുന്ന ഒരു പർവ്വതം, അവിടെ ഒരുപാട് മൃഗങ്ങൾ, കാട്ടിൽ നിറയെ വൃക്ഷങ്ങൾ, ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആ മൃഗങ്ങളുടെ ഇടയിൽ കുറെ ആനകൾ, ആനയ്ക്ക് നേതാവായിട്ടൊരു കൊലക്കൊമ്പൻ, ഇന്ദ്രനായിട്ട് ഒരു ഗജേന്ദ്രൻ. അങ്ങനെ അവന്റെ നേതൃത്വത്തിൽ ആനകളൊക്കെ മതിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ അവര് കാട്ടിലുള്ള സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഒരിക്കലൊരു തടാകത്തിൽ എത്തിച്ചേരുകയാണ്. ആ തടാകത്തിലിറങ്ങി അവരിങ്ങനെ മതിക്കുകയാണ്, സന്തോഷം കൊണ്ട് മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്താൽ മതിച്ച് ആനന്ദിച്ച് ഈ ഗജേന്ദ്രൻ തന്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുത്തിട്ട് എല്ലാവരെയും തലയിലൊക്കെ ഒഴിച്ച്, കുട്ടികളുണ്ടല്ലോ വെക്കേഷനിൽ കൊണ്ടുപോകണോ അച്ഛനും അമ്മയും ഏതെങ്കിലും വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയ പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി വെള്ളച്ചാട്ടത്തിലൊക്കെ നിർത്തിയിട്ട് വെള്ളം കുറെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ഈ ഗജേന്ദ്രനും മക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചു. അങ്ങനെ ആ സന്തോഷമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരോടും കയറാൻ പറഞ്ഞു. സ്വാഭാവികമാണ്, കുറെ കഴിഞ്ഞ് കയറണമല്ലോ. കയറി 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 അവസാനം ഗജേന്ദ്രൻ കയറാൻ നോക്കുമ്പോൾ കാലിലൊരു പിടുത്തം. ഒന്ന് നോക്കി, എന്താ കാലിന് പിടിച്ചിരിക്കുന്നു? മസിൽ കയറിയതാണോ അതോ വല്ല പിടുത്തമാണോ? ചിലർക്കുണ്ടാവും പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മസിൽ കയറുന്ന അസുഖം, അങ്ങനെയൊക്കെയുള്ള അസുഖമുണ്ട്. പണ്ടൊരു അമ്മാവന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എവിടെ പോയാലും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ബോംബെയിലുള്ള മകന്റെ വീട്ടിലെത്തി. ബോംബെയിൽ ആകെ 2 മുറിയുള്ളൂ. അപ്പൊ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കട്ടിലിൽ കിടക്കുകയായിരിക്കും ഉചിതം. ഇനി അച്ഛന് അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, നിലത്ത് പായയിൽ കിടന്നോളൂ, എന്താ സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഒരുക്കി തരാന്ന്. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ കിടന്നോളൂ, കുട്ടികളെ നിങ്ങൾ കിടന്നോളൂ എന്ന്. അപ്പൊ അവര് ഭാര്യയും ഭർത്താവും അടുത്ത മുറി കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ശബ്ദം കേൾക്കണു, അവിടെ കിടന്നുറങ്ങുന്നൊരു ലക്ഷണം കാണുന്നില്ല. ഉടനെ തന്നെ മകന്റെ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛൻ കിടക്കണില്ലേ? കട്ടിൽ കിടന്നോളൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അതല്ലേ സൗകര്യം, എന്തിനാ നിലത്തൊക്കെ കിടക്കണോ? അതുകൊണ്ട് പായൊക്കെ ഞാൻ മാറ്റിവെക്കാന്നാണ്. അല്ല മോളെ, അവിടെ നിന്നോട്ടെ ഹേയ്, എന്നാ പിന്നെ അച്ഛൻ കിടന്നോളൂ, താഴെങ്കിലും കിടന്നോളൂ, എന്തിനാ അങ്ങനെ നീട്ടിരിക്കുന്നത് എന്ന്. ഉടനെ അച്ഛൻ പറയാണ്, എന്റെ മോളെ എനിക്ക് കിടക്കാൻ പറ്റും തോന്നില്ല. അതെന്താന്ന് ചോദിച്ചു. അച്ഛനെന്താ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. ഉണ്ട് മോളെ. എന്നാ അച്ഛൻ കട്ടിലിൽ കിടന്നോളൂ. കട്ടിലിൽ കിടന്നാൽ ശരിയാവില്ലേ മോളെ? അതെന്താന്ന് ചോദിച്ചു. കട്ടിലിൽ കിടന്ന അപ്പ അച്ഛൻ ഉരുണ്ട് വീഴുന്നു. വേണ്ട, താഴെ കിടന്നോളൂ എന്ന്. താഴെ കിടന്ന അച്ഛൻ അപ്പ ഉരുണ്ട് കയറാൻ തുടങ്ങുന്ന. അപ്പൊ താഴെ കിടന്നാൽ ഉരുണ്ട് കയറ്റം, മോള് കിടന്നാൽ ഉരുണ്ട് വീഴുക, പിന്നെ എവിടെ കിടന്നുറങ്ങുക, എവിടെയെങ്കിലും കിടന്നുറങ്ങണ്ടേ, ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ ഗജേന്ദ്രൻ നോക്കി, എവിടെയാ എനിക്ക് ഉരുണ്ട് കയറിയുണ്ട്, എന്താ പിടുത്തുണ്ടായിരിക്കുന്നത്? അവ നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു മുതല തന്നെ പിടിച്ചിരിക്കുകയാണ്. ആദ്യം ഒരു പുച്ഛം തോന്നി, ഈ ചെറിയ പല്ലി പോലത്തെ ഒരു സാധനം എന്നെ പിടിക്കേ, ഞാൻ എവിടെ ഇരിക്കണോ, ലോകം മുഴുവൻ കീഴടക്കാൻ ശക്തിയുള്ള എന്നെ ഒരു പുഴുവിനെ പിടിക്കാൻ വരും. പൂ എന്ന് പറഞ്ഞൊരു തള്ള് തുപ്പിയിട്ട് അവിടെ ഇരുന്നിട്ട് ആനയെ മുതലയെ ഒരു ചവിട്ടി കയറാൻ നോക്കി. മുന്നോട്ട് കാല് വയ്ക്കും തോറും കാല് മുന്നോട്ടല്ല പോകുന്നത്, പുറകോട്ടാ വലിയുന്നത്. ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ച് കയറാൻ നോക്കി, പറ്റണില്ല. പിന്നെയും തോന്നി എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നു. ഉള്ള പ്രയത്നം മുഴുവൻ ചെയ്തു നോക്കി, കയറണില്ല. അപ്പോൾ ഭാര്യയും മക്കളും നോക്കി, എന്താ അച്ഛൻ വരാത്തത്, കുറെ നേരമായല്ലോ വെള്ളത്തിൽ കളിക്കുന്ന ആള് എന്നുള്ളത്. അപ്പൊ പറഞ്ഞു, സംഗതി ഒരു പിടുത്തം കാലിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കൂടി ഒന്ന് ഉത്സാഹിക്കണം. എല്ലാവരും തുമ്പിക്കൈ കൊടുത്തു അച്ഛനെ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. ഒരാൾ കൈക്ക് പിടിച്ചു, ഒരാൾ തുമ്പിക്കൈ പിടിച്ചു, ഒരാൾ കൊമ്പ് പിടിച്ചു, എങ്ങനെങ്കിലും ഒരാൾ ചെവി പിടിച്ചു. കുറെ കഴിഞ്ഞ് ഗജേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ പിടിച്ചാൽ ചെവി ഊരിപ്പോരാനല്ലാതെ ഞാൻ കയറി വരലുണ്ടാവില്ല. അങ്ങനെ കുറെ നേരം അവര് പിടിച്ചപ്പോ അവർക്ക് തോന്നി, സംഗതി കരയിലേക്കല്ല ഞങ്ങൾ പോണത്, ഞങ്ങളും വെള്ളത്തിലേക്കാ പോണത് എന്ന്. അച്ഛനോ വെള്ളത്തിലായി, ഇനി ഞങ്ങളുടെ ജീവിതം എന്തിനു വെള്ളത്തിലാക്കണം? അവര് പതുക്കെ പിടുത്തം വിട്ടിട്ട് പറഞ്ഞു, അച്ഛാ ഇനി നമുക്ക് പിന്നെ കാണാമെന്ന്, അടുത്ത ജന്മം കാണാമെന്ന്. ഇനി നമുക്ക് ഇവിടെ വെച്ച് ശരിയാവില്ല, കാരണം ഇനി ഞങ്ങൾ പിടിച്ചാലുണ്ടോ, ഞങ്ങൾ അടി തെറ്റിയാൽ നമ്മൾ വെള്ളത്തിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തുലയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ മോഹമില്ല, അച്ഛൻ അവിടെ കിടന്നോളൂ പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്.
അപ്പോഴാണ് ഗജേന്ദ്രന് മനസ്സിലായത് സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഇത്രയുള്ളൂ എന്ന്. അവനവന്റെ കാര്യം അപകടത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരായാലും, ഒരു വീടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മകൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അച്ഛനും അമ്മയും എല്ലാവരും പുറത്തു വന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട്, അയ്യോ ഞങ്ങളുടെ വീട് കത്തി, ഞങ്ങളുടെ മകൻ അതിൻ്റെ ഉള്ളിൽ, ആരെങ്കിലും രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ എന്ന്. ഉടനെ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്തിക്കൂടെ എന്ന്. അയ്യോ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തിയാൽ ശരിയാവില്ലേ, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഒരു ഡോക്ടറും സ്വന്തം മകന് അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോവില്ല. സ്വന്തം മകന് അപകടം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോവില്ല. കാരണം പേടിയാ, സംഗതി പോവുമോ എന്നുള്ളത്. അത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമായിരിക്കാം. നമുക്കൊക്കെ ആ പേടിയുണ്ട് എന്ന് പറയാണ്. അവനവന്റെ ആളുകൾ പോകുന്നതിൽ പേടിയുണ്ട്, പോകുന്നു കണ്ടാൽ പിന്നെ അവരുടെ കൂടെ നമ്മളും പോവുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുക്കില്ല എന്ന് പറയാണ്. ഏതായാലും ഇപ്രകാരം ഗജേന്ദ്രൻ ഒറ്റപ്പെട്ടു. അവിടെ വെച്ച് പൂർവജന്മ സ്മൃതി വന്ന് ഇനി തന്നെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി അതിമനോഹരമായൊരു സ്തുതി ചൊല്ലുകയാണ് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്. ആ സ്തുതി വളരെ രസകരമാണ്. 3-ാമത്തെ അധ്യായത്തിൽ ഗജേന്ദ്ര സ്തുതി എന്ന് പറയും. അങ്ങനെ ആ സ്തുതിയെല്ലാം ചൊല്ലി അവസാനം പറഞ്ഞു, ഭഗവാനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണത്? ആത്മാത്മജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മവീ സഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ ആത്മാത്മജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ. ഞാൻ ഈ ശരീരത്തെ ആസക്തമായി പിടിച്ചു. അതിനുശേഷം ഭാര്യ, മക്കള് തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ എന്റെ മനസ്സ് നിന്നു. ഇപ്പോഴാണ് ഭഗവാനെ എനിക്ക് മനസ്സിലായത്, അവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്നെ രക്ഷിക്കാൻ ആകെ ഒരു ശക്തി സ്വഹൃദയേ പരിഭാവിതായ, എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന അവിടുത്തെ ചൈതന്യം തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങയെ പ്രേമിക്കാൻ, അങ്ങയെ സ്മരിക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ജ്ഞാനാത്മനേ, ഞാൻ ജ്ഞാനസ്വരൂപനായ ആ ഭഗവാനെ ഭഗവതേ നമ ഈശ്വരായ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭഗവാനെ നമസ്കരിക്കുകയാണ്. എന്തുകൊണ്ടാ മറന്നുപോയത്? നായം വേദസമാത്മാനം യശക്ത്യാഹന്തിയാഹതം തം ദുരത്യമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. എന്റെ അഹമ്മതി കൊണ്ട്, എന്റെ അഭിമാനം കൊണ്ട് ഞാൻ അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കിയില്ല. എനിക്ക് തോന്നി ഇതൊക്കെ എന്റെ കഴിവും എന്റെ പ്രതാപമാണെന്ന് തോന്നിപ്പോയി. അവിടുത്തെ സാന്നിധ്യവും ഒരു മനസ്സിന്റെ ലീലയുമാണ് ഈ ശരീരത്തിലൂടെ നടക്കുന്നതെന്ന മഹത്വം ഞാൻ മറന്നുപോയി ഭഗവാനെ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വിവേകം വന്നിരിക്കുന്നു, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രേമത്തോടുകൂടിയിട്ട് ഭഗവാനെ സ്മരിച്ചതും ഒരു നിമിഷം ആകാശത്തിലേക്ക് ആ ഗജേന്ദ്രൻ നോക്കുമ്പോൾ കാണുന്നത് അതാ ഒരു മിന്നൽ പിണര് പോലെ പെട്ടെന്ന് അവിടേക്ക് ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് പ്രകടമാവണം. നോക്കുന്ന സമയത്തതാ മനോഹരമായ ഭഗവാന്റെ ആ വർണ്ണം കാണുന്നു. വനമാലയും ധരിച്ച് ശംഖചക്ര ഗദാധാരിയായിട്ട് ഭഗവാൻ അവിടേക്ക് അങ്ങോട്ട് പ്രകടമാകുന്ന സമയത്ത് ആ ഗജേന്ദ്രൻ ഒരു നിമിഷം കൊണ്ട് പ്രേമത്തിന്റെ അങ്ങേയറ്റത്തെ ഭാവത്താൽ, നിറഞ്ഞിരിക്കുന്ന ഭാവത്താൽ ആ സരസിൽ നിന്നും ഒരു താമരപ്പൂ പൊട്ടിച്ചെടുത്തുകൊണ്ട് സോന്തസരസുരബലേന ഗീതാത്തോ ദൃഷ്ട്വാകരം മതികരിയും കൗപാത്തചക്രം ഉക്ഷിപ്യസാംബുജകരം ഗിരമാഹൃശ്ചാൽ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആ നാരായണനെ അഖില ഗുരുവായി കണ്ടുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് തന്റെ കയ്യിൽ ഇരുന്ന ആ താമരപ്പൂ ഭഗവാന്റെ നേരെ നീട്ടുന്നു. ഭഗവാൻ ആ താമരപ്പൂവിനെ സ്വീകരിച്ചുകൊണ്ട് തന്റെ സുദർശനമൂർത്തിയെ സ്മരിച്ച് അവിടെ നിന്നും അവന്റെ കാലിൽ പിടികൂടിയ മുതലയുടെ കഴുത്ത് വെട്ടി കൈ പിടിച്ചുകൊണ്ട് അവന്റെ തുമ്പിക്കൈ പിടിച്ച് അവനെ കരയിലേക്ക് കയറ്റുന്നു പ്രിയൻ. ഇപ്രകാരം എത്രയോ സംവത്സരങ്ങൾ തടാകത്തിൽ മുതലയുടെ പിടിയിൽ കുരുങ്ങിക്കിടന്ന ആ ഗജേന്ദ്രനെ ഭഗവാൻ മുക്തമാക്കിയ കഥ പറയുമ്പോൾ ഉടനെ തന്നെ വ്യാസർക്ക് മനസ്സിലായി, ഞാനും നിങ്ങളും ഒരു ആനയുടെ കഥയുടെ പിന്നാലെ പോയി പോന്ന് പേടിച്ചിട്ട് അതിന്റെ സൂക്ഷ്മമായ വ്യാഖ്യാനം അടുത്ത അധ്യായത്തിൽ തന്നെ 4-ാം അധ്യായം
4-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഗജേന്ദ്രോ ഭഗവൽ സ്പർശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൽ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാ ചതുർഭുജ. ഇവിടെ മനോഹരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഗജേന്ദ്രോ ഭഗവൽ സ്പർശാൽ, ഗജേന്ദ്രൻ ഭഗവാനെ സ്പർശിച്ചപ്പോ വിമുക്ത അജ്ഞാനബന്ധനാൽ, മുതലയുടെ പിടിയിൽ നിന്ന് മുക്തമായി നല്ല പറഞ്ഞിരിക്കുന്നത്, അജ്ഞാനത്തിന്റെ പിടിയിൽ നിന്ന് മുക്തമായിട്ട് പ്രാപ്തോ ഭഗവതോ രൂപം എന്നാണ്. കരയിലേക്ക് കയറി നല്ല പറഞ്ഞിരിക്കുന്നത് ഭഗവൽ രൂപത്തെ പ്രാപിച്ച് പീതവാസ ചതുർഭുജ, അങ്ങനെ ചതുർഭുജധാരിയായിട്ട് പോയി എന്നാണ് കഥ. അപ്പോ ഗജേന്ദ്രൻ ആനയായിട്ട് തന്നെ കയറി നല്ല പറയുന്നത്, മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു നല്ല പറയുന്നത്, അജ്ഞാനത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അപ്പൊ ആരാണ് പിടികൂടിയത് ഗജേന്ദ്രനെ? ഗജേന്ദ്രനെ പിടികൂടിയത് മുതലയാണ്. സംസ്കൃതത്തിൽ മുതലയ്ക്ക് പറയാ ഗ്രാഹം എന്നാണ്. നമ്മളെയൊക്കെ പിടികൂടിയിരിക്കുന്നതും ഒരു ഗ്രാഹമാണ്. ഏത് ഗ്രാഹം? ദുരാഗ്രഹം. അതാണ് അതിന്റെ പേര്. ദുരാഗ്രഹമാണ് നമ്മളെയൊക്കെ പിടികൂടിയത്. എന്താ ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ? എപ്പോഴും ദുരയാണ് നമുക്ക് എന്ന് പറയാണ്. ദുര എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നതാണ് ദുരാഗ്രഹം. വിഷമങ്ങൾ പറയുക, ദുഃഖങ്ങൾ പറയുക, കഷ്ടങ്ങൾ പറയുക, അത് പറയുന്നതാണ് ദുരാഗ്രഹം. അപ്പൊ ശരിക്കെന്തിനെയാണ് ഗ്രഹിക്കേണ്ടത്? ആരാണോ നമ്മെ നാമാക്കി തീർക്കുന്നത്, ആ ഭഗവാനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ പോലും ദുഃഖിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. സച്ചിദാനന്ദരൂപനാണ് ഭഗവാനെങ്കിൽ, ആനന്ദസ്വരൂപനാണ് ഭഗവാനെങ്കിൽ, ആ ഭഗവാനെ ഗ്രഹിച്ചവർക്ക് എവിടെയാണ് ദുഃഖം? അതല്ലേ കുന്തിദേവി നമ്മളോട് ചോദിക്കുന്നത്? ഭഗവാനെ ഇനിയും ഇനിയും ദുഃഖം തരൂ, ആ ദുഃഖങ്ങളിലൊന്നും ഞാൻ ദുഃഖിക്കില്ല. കാരണം ഞാൻ ആരെ പിടിച്ചിരിക്കുന്നു? ഭഗവാനെ. തത്ര തത്ര ജഗൽ ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപ്പുനർഭവദർശനം. ഞാൻ അങ്ങയെ ജഗദ്ഗുരു പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദുഃഖം അല്പം പോലുമില്ലയാണ്. ഭഗവാൻ ഉദ്ധവരോട് ഇത് മനോഹരമായിട്ട് പറയും. ഉദ്ധവരെ, ഒരു വ്യക്തിയുടെ ജീവിതം ദുഃഖത്തിലേക്ക് നയിക്കാൻ പല കാരണങ്ങൾക്കും സാധിക്കും. അയാളുടെ ജീവിതത്തിൽ ഗാം ദുഃഖദോഹോ അസതാം ച ഭാര്യ, മനോഹരമായിട്ടൊരു രസകരമായിട്ടൊരു ശ്ലോകത്തിൽ പറയുകയാണ്. ഒരാളുടെ വീട്ടിൽ ഇനി ഒരിക്കലും പ്രസവിക്കാത്ത കറവ് പറ്റിയൊരു പശുവുണ്ട്. അതിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണ്. കാരണം ഇനി പ്രസവിക്കില്ല. അപ്പൊ കഴിയുന്നതും അതിനെ വിറ്റൊഴിവാക്കുക ചെയ്യുക ആളുകൾ. അങ്ങനെ ഒരു പശുവിനെ അയാൾക്ക് വിൽക്കാൻ പറ്റാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ മനസ്സിലൊരു ദുഃഖം ഉണ്ടാവും. അസതാംച ഭാര്യ പറയണ്ടല്ലോ, ഭാര്യ അസത്തായ പിന്നെ ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. പറഞ്ഞത് അനുസരിക്കില്ല എന്ന് മാത്രമല്ല, കുരുത്തക്കേട് മാത്രമേ പറയുള്ളൂ. ഇനിയോ അടുത്തത് പറയാണ്, ദേഹം പരാധീനം. ഒരുപാട് രോഗങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ ആർക്കാ ഉദ്ധവരെ സുഖം ഉണ്ടാവുക? ഇനി മക്കളാണെങ്കിലോ അത് അതിലേറെ തലതിരിഞ്ഞ ജാതികൾ. തെക്കെന്ന് പറഞ്ഞാൽ വടക്കോട്ടേ പോവുള്ളൂ. ഇനി പോവട്ടെ, എന്നാ വല്ലതും പറഞ്ഞു കഴിഞ്ഞാലോ കുരുത്തക്കേടേ പറയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു മക്കളും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവുമോ? വിത്തം പരാധീനം. അയാളടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ കൈകാര്യം ചെയ്യണമൊക്കെ മക്കളും ഭാര്യയാണ്. ഇയാളിങ്ങനെ നോക്കി നിൽക്കും. അത്രേ ഇയാൾക്ക് പറ്റുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരാള് ദുഃഖി, എന്നും ദുഃഖത്തിലേക്ക് പോവില്ലേ ഉദ്ധവരേന്ന്. എന്നാൽ ഇങ്ങനെയൊക്കെ പരിതസ്ഥിതികൾ ഉള്ളപ്പോഴും ഗാം ദുഗ്ധദോഹാമസതം ച ഭാര്യം ദേഹം പരാധീനമസത്പ്രജ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേഹം വിത്തം അവത്തീകൃതം അതീർത്തീകൃതം, വിത്തം ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിലും അയാളുടെ മനസ്സ് എന്നിലാണെങ്കിൽ, പ്രേമത്തോടെ എന്നെ സ്മരിക്കുന്ന ആളാണെങ്കിൽ ഉദ്ധവരെ അയാളും ദുഃഖിയാണ് എന്ന് പറയാണ്. അല്ല ഭഗവാനെ മനസ്സിലായില്ല? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരൂ. അതായത് ഉദ്ധവരെ, ആദ്യത്തെ വ്യക്തി ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് തന്നെ പോകും. കാരണം എല്ലാം പ്രതികൂലാണ് പാവത്തിന്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി അയാളുടെ ജീവിതത്തിലും അനുഭവങ്ങളൊക്കെ പ്രതികൂലമാണ്. പക്ഷെ അയാളുടെ മനസ്സ് ഭക്തിയിലാണ്, ഭഗവത് പ്രേമത്തിലാണ്. അപ്പൊ അയാളും ദുഃഖി എന്ന് പറഞ്ഞാൽ ഭഗവാനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഉദ്ധവരെ, അയാളുടെ ദുഃഖങ്ങൾ ദുഃഖിക്കുമത്രേ. ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ടും ഇയാൾ ദുഃഖിക്കുന്നില്ലല്ലോ എന്നാണ്. അതേ വ്യത്യാസമുള്ളൂ. മനസ്സിലാവുണ്ടോ? അയാളുടെ ദുഃഖങ്ങൾ ദുഃഖിക്കും. ഇത്രയൊക്കെ ഞാൻ ഇയാൾക്ക് ദുഃഖം കൊടുത്തിട്ടും ഇയാൾ അല്പം പോലും ദുഃഖിക്കുന്നില്ലല്ലോ എന്ന്.
അതാണ് ഉദ്ധവരെ കൈവരിക്കേണ്ടത് പ്രിയാണ്. അതാണ് ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. അതിവിടെ വെച്ച് കൈവരിക്കാൻ സാധിച്ചാൽ അങ്ങയ്ക്ക് ഭാര്യ വിട്ടുപോയാലും മക്കള് വിട്ടുപോയാലും ഈ ദ്വാരക മുഴുവൻ നശിച്ചു പോയാലും അങ്ങയ്ക്ക് ദുഃഖം ഉണ്ടാവില്ല. അങ്ങയെ ദുഃഖിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതിലേക്കൊക്കെയാണ് നമ്മൾ പടിപടിയായിട്ട് ഉയരേണ്ടത്. അതൊക്കെ ഉയരാനാണ് ഈ ഭാഗവതം ഇങ്ങനെ കേൾക്കേണ്ടത്. അപ്പോ നമ്മളെ പിടികൂടിയിരിക്കുന്ന ഗ്രഹം ദുരാഗ്രഹമാണ്, ദുഃഖത്തിന്റെ ഗ്രഹമാണ്. ദുരാഗ്രഹം ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കും. പിന്നെ ആരെ ഗ്രഹിക്കണം? ഭഗവാനെ പ്രേമത്തോടുകൂടി ഗ്രഹിക്കണം. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക. അതിനെയാണ് അനുഗ്രഹം എന്ന് പറയാം. ഭഗവാനോട് നമ്മൾ പറയാറില്ലേ, ഭഗവാനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന്. അതുപോലെ നമ്മൾ സന്യാസിമാരുടെയൊക്കെ കാൽക്കൽ വീണിട്ട് പറയും ഒന്ന് അനുഗ്രഹിക്കണേ എന്ന്. എന്താ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാലെടുത്തിട്ട് നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹമാവോ? അപ്പൊ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ പ്രേമത്തോടെ ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ഭഗവാനെ പ്രേമത്തോടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെയും ഗ്രഹിക്കും. അതാണ് ഭഗവാൻ അംബരീഷനോട് പറയുന്നത്, അവരുടെ ഹൃദയം ഞാനാണ്, എന്റെ ഹൃദയം അവരാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് വൈകുന്നേരം അതിലേക്ക് കിടക്കാം. ഏതായാലും ഇപ്രകാരം ഗജേന്ദ്രൻ അജ്ഞാനബന്ധനത്തിൽ നിന്നും മുക്തനായി എന്നാണ്. അപ്പൊ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അതാണല്ലോ ആനയുടെ ശക്തി. നോക്കൂ നിങ്ങൾ, എത്ര ശക്തിയുള്ള മൃഗമാണ്. പക്ഷെ സ്വന്തം ശക്തിയെക്കുറിച്ച് അറിയാതെ അത് ജീവിക്കുന്നു. അതുകൊണ്ട് അതിനെ മറ്റുള്ളവർക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. ആനയ്ക്ക് സിംഹത്തിന്റെ ഓർമ്മ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന് അതിൻ്റെ അടുത്തേക്ക് എടുക്കുമോ? ആനയ്ക്ക് സിംഹത്തിന്റെ ഓർമ്മ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു കുട്ടി എടുക്കില്ല. അതിന് ആ ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നിൽക്കാനെ പൊക്കാനെ കാല്, തുമ്പിക്കൈ പൊക്കാനെ എന്ന് പറയുമ്പോൾ പാവം, അതൊരു സാധനം, ഇങ്ങനെ വലിയൊരു സാധനം തുമ്പിക്കൈ പൊക്കണോ ഇരിക്കണോ, അതിനെങ്ങാനും ഇത്തിരി ഓർമ്മശക്തി കൊടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മൃഗം നീയാണടാന്ന്. പൊക്കാൻ ഒറ്റയടി പാവിടുന്ന് പൊക്കാൻ, എന്ത് പൊക്കണു പോടാവിടുന്ന ഒരടി വെച്ച് കൊടുക്കായിരുന്നു. പിന്നെ ഒരു വഴിക്ക് പിന്നെ ഒരാളും ഇടമ്പം കൊണ്ട് അതിന്റെ പുറത്തു പോരില്ല. പാവം അതിനൊക്കെ അറിയാത്തതുകൊണ്ട് അതിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കണു. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ എത്രയോ ഭഗവത് കാരുണ്യത്താൽ ഭഗവത് ശക്തിയും അതിനേക്കാളും വലിയൊരു മനസ്സൊക്കെ നമുക്ക് തന്നിട്ട് എന്നിട്ടും നമ്മൾ തളരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അജ്ഞത വേറെ എന്തുണ്ട്? അതുകൊണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കും പ്രാപ്തോ ഭഗവതോ രൂപം എന്ന് വെച്ചാൽ ഭഗവത് പ്രേമത്തിൽ ജീവിച്ച് ഭഗവത് രൂപത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് കഥയിലൂടെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ആരായിരുന്നു ഈ ആനയും ആരായിരുന്നു ഈ ഗ്രാഹവും? അതിന്റെ പിന്നിൽ മറ്റൊരു കഥ പറയുകയാണ്. ഒരിക്കൽ ഇന്ദ്രദ്യുപ്നൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് ഒരാശ്രമത്തിൽ, ഹിമാലയ സാനുക്കളിൽ ഒരു ആശ്രമത്തിൽ പോവുകയാണ്. അവിടെ ചെന്ന് ഇങ്ങനെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അഗസ്ത്യ മഹർഷിയും ശിഷ്യന്മാരും അവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഈ മഹർഷിയെ കണ്ടിട്ടും മഹർഷി വന്നു എന്നറിഞ്ഞിട്ടും അദ്ദേഹം യാതൊരു ബഹുമാനവും കാണിക്കാതെ പൂജയിൽ അങ്ങോട്ട് മുഴുകി നിന്നു. ഇത് കണ്ട സമയത്ത് അഗസ്ത്യ മഹർഷി കൊടുത്തൊരു ശാപം. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് അതിൽ ഈശ്വര ചൈതന്യം കാണാൻ പറ്റാത്ത നീ ആണോ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നത്? അതുകൊണ്ട് നീ ആനയായി തീരട്ടെ എന്ന് ശപിച്ചു. അപ്പൊ നോക്കൂ, ഈശ്വരാരാധനയിൽ മുഴുകി നിന്ന ഒരു രാജാവ് ആനയായി തീർന്നു എന്നൊരു കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താ ഈ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ ഈശ്വര ചൈതന്യം കാണാൻ പറ്റാത്ത നമുക്കുണ്ടോ വിഗ്രഹത്തിൽ ഈശ്വര ചൈതന്യം കാണാൻ പറ്റുന്നു? അപ്പൊ വിഗ്രഹത്തെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഈശ്വര ചൈതന്യം കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കപിലൻ അമ്മയോട് പറഞ്ഞത്, മനസ്സേതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിതി. ഞാൻ എല്ലാവരിലും ഈശ്വര രൂപത്തിൽ, ജീവന്റെ രൂപത്തിൽ ഈശ്വരനായിട്ട് നിൽക്കുന്നു അമ്മേ. അതുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാവരെയും തൊഴൂ എന്നാ പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ അമ്പലത്തിൽ പോകുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. മറ്റുള്ളവരിൽ ഈശ്വര ചൈതന്യമുണ്ട്, അവരും നമ്മളൊക്കെ ഒരേ ഈശ്വര സത്തയിൽ ഇരിക്കുന്നവരാണെന്ന ബോധത്തിലേക്ക് ഉയരാനാണ് പൂജ ചെയ്യുന്നതെങ്കിൽ, അമ്പലത്തിൽ പോകുന്നതെങ്കിൽ നമുക്ക് ശാപമൊന്നും കിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ ഉറപ്പാണ് തടമ്പെടുക്കാനായിട്ട് പറയാൻ പറ്റില്ല വരുമോ വരില്ല എന്നുള്ളത്. വരേണ്ടി വരും ചിലപ്പോൾ.
എന്താ ഒരു കുഴപ്പമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ കൃത്യമായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്, വേറെ ആരിലും ഈശ്വരനെന്ന് കണ്ടിട്ടില്ലേ എങ്കിൽ അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെ നാം ഇതിലൂടെ പിടിച്ചുയർത്തണം എന്ന് പറയാണ്. ഈ കഥയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആരാണ് ഈ മുതലയെ തീർന്നത്? അത് വേറൊരു പാർട്ടി, ഹൂഹൂ പറയുന്ന പാർട്ടി. അയാളുടെ ശബ്ദം പോലെ തന്നെയാണ്, പേര് പോലെ അയാളുടെ ജീവിതം. എപ്പോഴും ഹൂഹൂ പറഞ്ഞ് നടന്നു. എന്ന് വെച്ചാൽ കള്ളും കുടിച്ച് പാട്ട് പാടി അവരാണല്ലോ ഹൂഹൂ പറഞ്ഞ് നടക്കുക. അങ്ങനെ ഹൂഹു ആയിട്ട് നടന്നപ്പോൾ ഒരു ശാപം കിട്ടി, നീ എന്നും വെള്ളത്തിൽ തന്നെ ജീവിക്കട്ടെ എന്ന്. അപ്പൊ 24 മണിക്കൂറും വെള്ളം അടിച്ച് നടക്കുമ്പോൾ വെള്ളക്കുപ്പിയായിട്ട് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അടുത്ത ജന്മം ഒരു മുതലായിട്ട് വരാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാക്കി വെക്കരുത്, എന്നും വെള്ളത്തിൽ കിടക്കുന്നൊരു ജീവിയായിട്ട്. അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, എപ്പോഴും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയുന്നു. കുട്ടി ചാടി എണീറ്റ് പറഞ്ഞു, സാർ ഇവന്റെ അച്ഛൻ. ഞെട്ടിപ്പോയി, ഇതെങ്ങനെ നിനക്ക് ഇത്ര അറിയുമോ ഇവന്റെ അച്ഛൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്? ടീച്ചർക്ക് അറിയില്ല, അവന്റെ അച്ഛൻ ഒരു മത്സ്യം പിടിക്കുന്ന ആളാണ്, അതുകൊണ്ട് അധികം വെള്ളത്തിലാണ് ഉണ്ടാവുക. പിന്നെ പുറത്തു വന്നാൽ വേറെ വെള്ളത്തിലാണ് ആളെന്ന്. അതുകൊണ്ട് കരയിലും വെള്ളത്തിലാണ്, വെള്ളത്തിലും വെള്ളത്തിലാണ്, അതുകൊണ്ടാണ് ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? നമ്മളോടൊക്കെ ഉള്ള കാരുണ്യം കൊണ്ട് പറയുകയാണ്. അങ്ങനെയൊന്നും ജീവിച്ചുകൊണ്ട് ജീവിതം ധന്യമാവില്ല. ഭഗവത് പ്രേമത്തിലേക്ക് മനസ്സിനെ ഉയർത്തൂ. അത് മാത്രമാണ് ജീവിതത്തിന്റെ സമ്പത്ത്. ഏതായാലും ഈ ഉപാഖ്യാനത്തിന് ശേഷം അടുത്ത ഉപാഖ്യാനത്തിലേക്ക് കിടക്കണു, പാലാഴി മഥനം. ഇത് വരുന്നത് 2ാമത്തെ മന്വന്തരമായ രൈരവ മന്വന്തരത്തിൽ നടന്നൊരു കഥയാണ്. അന്ന് ദുർവാസാവ് മഹർഷിക്ക് ഭഗവാനിൽ നിന്നും പാരിജാതപ്പൂവിന്റെ ഒരു മാല കിട്ടി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക, ആർക്കത് കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ ചില നല്ല സാധനം കിട്ടിയാൽ നമുക്ക് തോന്നും ആർക്കും കൊടുക്കണ്ടെന്ന്. നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ് വെച്ചാൽ അപ്പം മനസ്സിൽ തോന്നുന്നത് ആർക്കാ ഈശ്വരം ഒന്ന് പിടിപ്പിക്കുക, ആരെങ്കിലും ഒന്ന് പിടിപ്പിക്കണമല്ലോ എന്ന്. അങ്ങനെ ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും. ഇദ്ദേഹത്തിന് നേരെ വിപരീതമാണ് തോന്നിയത്, നല്ല സാധനം ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന്. ആർക്കാ ഇത് കൊടുക്കേണ്ടത്? അങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഇന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ വരുന്നത് കണ്ടതും ഇന്ദ്രൻ തന്നെ സമ്മാനിക്കാന്ന് വിചാരിച്ചു. ഇന്ദ്രൻ അതെടുത്തു, വളരെ സുഗന്ധമുള്ള മാല, അതും ഭഗവാൻ തന്ന മാല. ആ ഇന്ദ്രന് തോന്നിയത് തന്റെ കഴുത്തിലിടണമെന്നല്ല, ഐരാവതത്തിന്റെ മസ്തകത്തിലൊന്നിടണമെന്നാണ്. അതിനെ ഒന്ന് അലങ്കരിക്കണം തോന്നി. ചിലർക്ക് അങ്ങനെയാണ്, എന്ത് നല്ലത് കിട്ടിയാലും അവനവൻ ഉപയോഗിക്കാൻ തോന്നില്ല, വേറെ വല്ലതും ചെയ്യാനൊക്കെ തോന്നും. ആനയ്ക്കാണെങ്കിലോ അതിന് വിവേകമുണ്ടോ? ഉള്ള ഈച്ചകളും പ്രാണികളും തേനീച്ചകളും വണ്ടുകളും വന്ന് അതിന്റെ കണ്ണിനെ കുത്താൻ തുടങ്ങി. ചെറിയ കണ്ണല്ലേ, അതിന് വേദനിക്കാൻ തുടങ്ങി. അത്യന്തം കോപത്തോടുകൂടി ഇത് ആര് തന്നാലും കുഴപ്പമില്ല, എനിക്ക് ഉപദ്രവാന്ന് മനസ്സിലാക്കി എടുത്ത് താഴെയിട്ട് ചവിട്ടി അങ്ങോട്ട് അരച്ചു. ദുർവാസാ മഹർഷി ഒരു നോട്ടേ നോക്കിയല്ലോ, പിന്നെ പറയേണ്ടല്ലോ, അദ്ദേഹത്തിന് മൂക്കിന്റെ അറ്റത്ത് അശുണ്ടി കൊടുത്തു. അവിടെ വെച്ച് ഉച്ചത്തിലൊരു അലർച്ചയോടുകൂടിയിട്ട് ഗർജനത്തോടു ശാപം, ഇത്ര മഹത്വമാർന്നൊരു സാധനത്തെ നിന്ദിച്ച നീയും നിന്റെ വംശവും ജരാനര ബാധിച്ച് അവശരായി തീരട്ടെ എന്ന് കൊടുത്തു ശാപം. ഓൺ ദ സ്പോട്ടിൽ അയാൾക്ക് താടിയും മുടിയൊക്കെ വളർന്നു, അതൊക്കെ നരയ്ക്കാൻ തുടങ്ങി, കിളവനെ പോലെ ഒക്കെ. 16 വയസ്സിന്റെ ഒരു സൗന്ദര്യത്തിൽ നിന്ന ആളായിരുന്നു, നല്ല ഊർജത്തിൽ നിന്ന ആളായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും 80 വയസ്സായിട്ടുണ്ട്. ഒരു വടി മാത്രം പിടിച്ചിട്ടില്ല എന്ന് മാത്രം. എല്ലാ ദേവന്മാരും ഇതേ അവസ്ഥ. കാൽക്കൽ വീരം ആപ്പപേക്ഷിച്ചു, എന്താ വഴിയെന്ന്? ഒരൊറ്റ വഴിയുള്ളൂ, അമൃത് കുടിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അല്ലത് കടയിൽ പോയി കിട്ടുന്ന സാധനമാണോ? അതിന് ചെറിയൊരു പണി ചെയ്യണം. അതെന്താണ്? പാലാഴി കടഞ്ഞെടുക്കണം എന്ന്. ഇപ്പൊ എണീറ്റ് നിൽക്കാൻ തന്നെയുള്ള ശക്തിയില്ല, ഇനി പാലാഴി ഉണ്ടോ കടയണോ? അതൊക്കെ ഭഗവാനോട് ചോദിക്കുക. ഞാൻ വഴി പറഞ്ഞു തന്നു, കാര്യം പറഞ്ഞു തന്നു, മെനക്കെട്ടോളൂ പറഞ്ഞു. ദുർവാസാവ് മഹർഷി പോയി. ഇവരെല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി. ബ്രഹ്മാവ് ചോദിച്ചു, എന്തു പറ്റി ഇന്ദ്ര, നിങ്ങളൊക്കെ ആകെ തളർന്ന അവസരമായിട്ട് വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കണല്ലോ, എന്താ നിങ്ങൾ ശബരിമലയ്ക്ക് വ്രതെടുത്തിട്ടുണ്ടോ? അപ്പോഴാണ് പലപ്പോഴും പലരുടെയൊക്കെ തനിസ്വരൂപം നമ്മൾ കാണുക. അതുവരെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. കാരണം തലയൊക്കെ ഡൈ ചെയ്ത് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നല്ല 40-45 വയസ്സൊക്കെ ഇയാൾക്കുണ്ടാവുള്ളൂ. ശബരിമലയ്ക്ക് വ്രതത്താൽ ഡൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ തലയൊക്കെ നരച്ചത് ഒറിജിനൽ കാണും, താടിയൊക്കെ നരച്ചത് കാണും, മീശ നരച്ചത് കാണും. അപ്പോഴാണ് ആശാന 65 വയസ്സുണ്ടായിരുന്നു അല്ലേ ആക്കെ മനസ്സിലാവും. അതുവരെ നമുക്കത് കാണില്ല പറയാം. ഇതുപോലെ വാർദ്ധക്യത്തിൽ നിൽക്കുമ്പോൾ ആകെ അവസരമായിട്ട് ഇവര് ചെന്നപ്പോ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു, ശാപം കിട്ടിയത്. നിവൃത്തിയൊന്നുമില്ല, നമുക്ക് പാലാഴി തീരത്തി എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പാലാഴി തീരത്തിയെന്നു ഭഗവാൻ മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവസരമായിട്ട് നിൽക്കണു. കാര്യം നേടാൻ അസുരന്മാരുടെ കഴുതക്കാലെന്ന് ഭഗവാൻ പറഞ്ഞില്ല, അസുരന്മാരുടെ കാലം പിടിക്കണമെന്ന്. വേഗം അവരോട് സന്ധി ചെയ്തുകൊണ്ട് അവരുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് നിങ്ങൾ പാലാഴി കടഞ്ഞ് അമൃതെടുത്തോളൂ. കേട്ട് തിരിച്ചു പോന്നു. ഇന്ദ്രനും 1-2 ദേവന്മാരും
അന്ന് അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പൊ ചില അസുരന്മാരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുക, ഓ രക്ഷപ്പെട്ടു, മഹാബലി വരുന്നുണ്ട് നമ്മുടെ ഇന്ദ്രൻ, ഇവിടെ വെച്ച് അവന്റെ പണി തീർക്കാൻ. അതുകൊണ്ട് മഹാബലി പറഞ്ഞു, ആ വരവ് കണ്ടിട്ടേ ദിവസങ്ങളായി കഞ്ഞി കഴിച്ചിട്ട് തോന്നണു. പാവം അവശനായവനെ പിടിച്ച് കൊല്ലുന്നത് നമുക്ക് ചേർന്ന പണിയല്ല, കൊല്ലുകയാണെങ്കിൽ ഊർജ്ജമുള്ളവനെ കൊല്ലണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, വന്നിട്ട് വല്ല കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താ ചോദിക്കുകയാണ്. അങ്ങോട്ട് വന്ന് കയറിയതും ഇന്ദ്രൻ ഇരിക്കാൻ എഴുപ്പിടൊക്കെ കൊടുത്തു. ഇന്ദ്രൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഇന്ദ്ര, ഇത്രയും കാലം ഒരു കരച്ചിൽ കാണാറില്ലല്ലോ. അല്ല, ഞാൻ ആലോചിക്കുക, നമ്മൾ ഒരേ അച്ഛന്റെ മക്കളായിട്ട് നമ്മൾ എന്തിനാ അങ്ങനെ കലഹിക്കുന്നു? അമ്മയും ചെറിയമ്മയൊക്കെ ആയിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ എന്തിനാ നമ്മൾ പോരടിക്കുന്നത്? ചോദിച്ചു, എന്താ ഇന്ദ്ര, ഇത്രയും കാലം നിനക്ക് ഇങ്ങനെയൊന്നൊരു സ്നേഹം വരാറില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം വന്നിരിക്കണോ? അല്ല, ഞങ്ങൾക്ക് ഏതായാലും ഈ ചെറിയൊരു ശാപമൊക്കെ കിട്ടി. അല്ല, അതിൽ നിന്നല്ല ഞങ്ങൾക്ക് പ്രശ്നം, നമുക്ക് ഏതായാലും അമൃത് കിട്ടും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടി തരാതെ എങ്ങനെയാ കഴിക്കുക എന്നുള്ള വിഷമം കൊണ്ട് വന്നതാണെന്ന്. അപ്പൊ നിങ്ങളും കൂടി സഹകരിക്കുകയാണെന്ന് നമുക്ക് അമൃതമൊക്കെ എടുക്കാലോ എന്ന്. ഉടനെ ചോദിച്ചു, ഇതൊക്കെ സത്യമാണോ ഇന്ദ്ര? നീ നുണ പറയാൻ വളരെ കഴിവുള്ള ആളല്ലേ എന്ന്. സത്യം പറയാ, ഞാൻ ഇപ്പൊ നുണയല്ല പറയുന്നത്. അമൃത് കിട്ടിയാൽ പകുതി നിങ്ങൾക്കും പകുതി നമുക്കും, അങ്ങനെ നമുക്കൊക്കെ അമരന്മാരായി തീർന്നൂടെ എന്ന്. അപ്പൊ അസുരന്മാരൊക്കെ പറഞ്ഞു, എന്താ നമുക്ക് നോക്കിയാലെന്ന്. ഉടനെ മഹാബലി ചോദിച്ചു, ഇത് സത്യമാണോ എന്ന് അറിയില്ല. ഇന്ദ്രൻ സത്യം ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ കരാറായി. അങ്ങനെ പാലാഴി മഥനത്തിന്റെ ഒരുക്കങ്ങളായി. ഇത് പണ്ട് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാര്യം നേടാൻ അസുരരോടും കൂട്ടുപിടിക്കണമെന്ന്. ഇതൊന്ന് വളരെ വ്യക്തമായി കൊണ്ടു നടക്കുന്നത് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളാണ്. ഇത്ര നന്നായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ വേറെ ആരുമില്ല. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയ പറയുക. അത് കഴിഞ്ഞ് അവിടെ എത്തിയാൽ കൈകോർത്തവർ ഭരിക്കുകയും ചെയ്യും. നമുക്ക് ഇത്രയൊരു സംസ്കാര ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഏതായാലും അവരൊക്കെ സമ്മതിക്കണം. തീരെ വൈരുദ്ധ്യ സ്വഭാവമുള്ളവരോടൊക്കെ ഇരുന്ന് ഭരിക്കുക പറഞ്ഞാൽ അത്ഭുതം. അവർക്കൊക്കെ ശരിക്കും കൊടുക്കണം അവാർഡുകൾ. പോട്ടെ, ഏതായാലും അങ്ങനെ അമൃത് കടയാൻ നിശ്ചയിച്ചു. ആദ്യം തന്നെ മന്ദരപർവ്വതം എടുത്ത് കൊണ്ടുവരണം. അത് ഇളക്കാൻ നോക്കിയിട്ട് അസുരന്മാർക്ക് പിന്നെയും ശക്തിയുള്ളൂ, ദേവന്മാര് വെറുതെ ഇങ്ങനെ ആടാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഇത്തിരി ഇളക്കി നോക്കിയിട്ട് അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഗരുഡരെ സ്മരിച്ച് ഭഗവാൻ ഗരുഡാരൂഢനായി അതിനെ കൊണ്ടിട്ട് കൊടുത്തു പാലാഴിയിൽ. അത് കഴിഞ്ഞ് പാമ്പായിരിക്കുന്ന വാസുകിയെ കൊണ്ടുവരണം. അതിന്റെ തല പിടിച്ചാൽ വാല് പൊങ്ങില്ല, വാല് പിടിച്ചാൽ തല പൊങ്ങില്ല. വീണ്ടും ഭഗവാനെ സ്മരിച്ച് ഭഗവാൻ അത് കെട്ടിയിട്ട് കൊടുത്തു. എല്ലാം ഭഗവാൻ തന്നെ ഒരുക്കി കൊടുത്ത് ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ദേവന്മാര് തല പിടിച്ചു, അസുരന്മാര് വാല്. കുറച്ചു കഴിഞ്ഞപ്പോ ആ പാമ്പിന്റെ വായിലുള്ള ദുർഗന്ധം പുറത്തു വന്നിട്ട് ദേവന്മാര് ഭഗവാന്റെ മുഖത്ത് നോക്കി, ഇനി അല്ലെങ്കിലേ അവസരമാണ്, ഇനിയിപ്പോ അതിന്റെ ആ ദുർഗന്ധം കൂടി ഉള്ള ജീവനും കൂടി പോകണോ? ഭഗവാൻ പറഞ്ഞു, പിടുത്തം വിടണ്ട, അവര് വിടിയിപ്പിക്കും, അപ്പ വിട്ടാ മതിയെന്ന്. ആ ഒരു നിമിഷം അസുരന്മാര് ഉറക്കം വിളിച്ചു പറയാണ്, നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഞങ്ങൾ വാല് പിടിക്കുന്നവരാണെന്ന്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇത് പിടിക്കാൻ. അവരവിടെ വെച്ച് വലി നിർത്തി, അവര് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ അറിയാതെ പറ്റിയ ക്ഷമിക്കുക, നിങ്ങൾ തല പിടിക്കുക, ഞങ്ങൾ വാല് പിടിച്ചോളാം. അപ്പോഴാ ദേവന്മാർക്ക് മനസ്സിലായി ഇതൊക്കെ വലിയ മാനേജ്മെന്റാണ്. ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകരുതെന്നാണ്. വല്ലവരും അത് പിടിക്കാൻ വരും, അപ്പൊ ഏൽപ്പിച്ചിട്ട് പറയാ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വിട്ടു പോവുക. അതിനൊക്കെ ചിലതുണ്ട്, ചില കാര്യങ്ങൾ. ചില അമ്മമാർക്ക് ഈ കഴിവുണ്ട്. പറയും, മോളെ ഒന്ന് അടുക്കളയിൽ നോക്കണം കേട്ടോ, ഞാനിപ്പോ വരാന്ന്. അത് പറഞ്ഞൊരു പോക്ക് പോയാൽ പിന്നെ 2 കൊല്ലത്തെ കഥ പറഞ്ഞിട്ടേ അവർ അടുത്ത വീട്ടിൽ നിന്ന് വരില്ലോ. ഇതൊക്കെ ചില കഴിവുകളൊക്കെ, ഇതൊക്കെ ഭാഗവതത്തിൽ നിന്ന് കിട്ടിയ കഴിവുകളായിരിക്കാം. ഏതായാലും കുട്ടികൾ അതിലേറെ എക്സ്പെർട്ടാണ്. അവർ ഓഫ് ചെയ്തിട്ട് TV കാണാൻ പോയിട്ടുണ്ടാവും. അമ്മ വരുമ്പോണ്ടാവും സാമ്പാർ പകുതിയിട്ട് കിടക്കണോ, ചോറ് പകുതിയിട്ട് കിടക്കണോ. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം അവർ വലി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തിന്റെ വലി. ആകെ വലിക്കാനുള്ള അസുരന്മാരാ. അങ്ങനെ ആ വലിയുടെ ആവേശത്തിൽ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വെറും പാമ്പിനെയാണ് വലിക്കുന്നത്. മന്ദരപർവ്വതം എവിടെയോ പോയിട്ടുണ്ട്. നോക്കുമ്പോ എന്താ, അത് താഴ്ന്നു പോയിരിക്കണോ. ഇത് വെറും പാമ്പിനെ വലിച്ചാൽ ഒരു അമൃതം കിട്ടില്ല, അത് ചത്തുപോയുള്ളൂ. ഉടനെ എല്ലാവരും ഉച്ചത്തിൽ കരഞ്ഞു അലറി. ആ സമയത്ത് ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് വിസ്തൃതമായ എത്രയോ യോജനകളോളം വലിപ്പമുള്ള ഒരു കൂർമ്മത്തിന്റെ അവതാരമെടുത്ത് നേരെ ആ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ഉറച്ച ശരീരത്തിൽ ആ മന്ദരപർവ്വതത്തെ പിടിച്ചുയർത്തിയെന്നും അത് വീണ്ടും കെട്ടിക്കൊടുത്തു എന്ന് പറയുകയാണ്. വീണ്ടും വലിച്ച് ആ വലിയിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് കാളകൂട വിഷമാണ്. ആ വിഷം താഴെ വീണാൽ എല്ലാം നശിച്ചു പോകും. ആർക്കാണത് കൊടുക്കേണ്ടത് ഇങ്ങനെ നോക്കിയപ്പോ പാവം പരമശിവണ്ട് കണ്ണടച്ചിരിക്കണോ. എല്ലാവരും കൂടി അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവനാണല്ലോ, ഭക്തന്മാരോട് ദയയൊരിയുന്ന ആളാണല്ലോ. ഭഗവാൻ പറഞ്ഞു, അതെ അതെ അതെ, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി വിഷം ഒന്ന് കുടിക്കും ഭഗവാനെ എന്ന്. നല്ല ഭക്തന്മാരാണ് നമ്മുടെ ഭക്തന്മാരെന്ന് പറയുന്ന ആൾക്കാർ. ഭഗവാനെ കൊണ്ട് ആ കാളകൂട വിഷം
ഭഗവാൻ എന്ത് ചെയ്തു? ഭൂതങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ആ വിഷത്തെ ഭക്ഷിച്ചു എന്നാ പറയുന്നു. പിന്നെ നമ്മൾ കഥ കേട്ടത് പാർവതീദേവി കഴുത്ത് പിടിച്ചു എന്നാ, ലക്ഷ്മി തല പിടിച്ചു എന്നാ. അതൊന്നും ഭാഗവതത്തിൽ ഈ പിടുത്തങ്ങളൊന്നും. ഏതായാലും ഭഗവാൻ തന്റെ യോഗശക്തി കൊണ്ട് അത് കഴുത്തിൽ പിടിച്ചു നിർത്തി. അങ്ങനെ ഭഗവാന് അന്നു മുതൽ ഒരു പേര് വന്നു. ഭഗവാൻ നീലകണ്ഠ സ്വാമികളായി തീർന്നു പ്രിയാണ്. ആ ദിവസത്തെയാണല്ലോ നമ്മൾ ശിവരാത്രിയിട്ട് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ വലിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും പിന്നീട് ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന ഒരു കുതിര വരുന്നു, പിന്നെ ലക്ഷ്മി ദേവി വരുന്നു, പിന്നീട് തുളസീദേവി വരുന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നതിന് ശേഷം ഐരാവതം വരുന്നു, പിന്നീട് അതിൽ നിന്ന് വാരുണി മദ്യം വരുന്നു, പിന്നീട് അതിൽ നിന്നും അതാ അമൃതകലശവുമായി ധന്വന്തരി ദേവി വരുന്നു. ദേവന്മാര് എടുക്കുന്നതിന് മുമ്പ് അസുരന്മാർ അതും കൊണ്ട് ഓടി. ദേവന്മാര് വായ വിളിച്ച് നിൽക്കുന്നുണ്ട്. ഭഗവാൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണോ വലിച്ചത്, അതും കൊണ്ട് അവർ പോയി എന്ന്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഇരുന്നോളൂ, നിങ്ങൾ എടുക്കേണ്ടതല്ലേ എന്ന്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഐരാവതം വന്നു എന്നാണ് ഭാഗവതത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള കോൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട്. നോക്കട്ടെ, നമ്മളെ കഥ വിടും നിങ്ങൾ. അതിന്റെ പിന്നിൽ പല തത്വങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പറയുന്നത്. ഏതായാലും ഇപ്രകാരം ഈ ഭാഗവതം ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കോൺട്രഡിക്ഷൻ കാണാം. ഭഗവാൻ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കാണാം. 16,008 ഭാര്യമാരാണ് ഭഗവാൻ ഒരിടത്ത് പറയും, 16,108 ഭാര്യമാരാണ് ഭഗവാൻ ഒരിടത്ത് പറയും, 16,108 അധികം ഭാര്യമാരാണ് ഭഗവാൻ. ഇതിലേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാന് ഓരോ ഭാര്യയിലും 10 ആൺകുട്ടികളുണ്ടെന്ന് ഒരിടത്ത് പറയും, ഭഗവാന് പെൺകുട്ടികളുണ്ടെന്ന് വേറൊരിടത്ത് പറയും. ഇങ്ങനെ പല തരത്തിലുള്ള കോൺട്രഡിക്ഷനും ഭാഗവതത്തിലുണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ, ഈ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം 12ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ 3ാമത്തെ അധ്യായത്തിൽ വെച്ച് ഒരു അടിയടിക്കും ശ്രീശുക ബ്രഹ്മർഷി. രാജൻ, ഈ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും വാസ്തവമല്ല. ഇതെല്ലാം എന്തിനു വേണ്ടി ഞാൻ പറഞ്ഞു? വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ വജോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. അങ്ങയ്ക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞ ഒരു കഥകളാണ്. കഥകളെ ഞാൻ പ്രയോജനപ്പെടുത്തി അങ്ങയ്ക്ക് വിജ്ഞാന വൈരാഗ്യങ്ങളുണ്ട്. അതുകൊണ്ട് കഥകളെ നമ്മൾ കൂടുതൽ അങ്ങനെ വളരെ ഇരുന്ന് കുലങ്കുഷായിട്ട് ചർച്ച ചെയ്യാൻ സമയം കളയരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമൃതകലശം വന്നില്ലേ, കൊണ്ടുപോയി. ആ സമയത്ത് ദേവന്മാരിരുന്ന് കരഞ്ഞപ്പോ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാനായിട്ട് അവരോട് പറഞ്ഞു, വല്ലാതെ ഇനി നോക്കണ്ട, നോക്കിയാൽ അമൃത് കിട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ എടുക്കുന്ന രൂപം വളരെ കുഴപ്പം പിടിച്ച രൂപമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അതിമനോഹരമായ മായാമോഹിനി വേഷത്തെ എടുത്തു. അത് കണ്ടപ്പോഴേ ദേവന്മാര് തലചുറ്റി. ഭഗവാൻ വല്ലാതെ നോക്കണ്ടെന്ന്. അവരൊക്കെ കണ്ണടച്ചിരുന്നു. ഭഗവാൻ നേരെ അസുരന്മാരുടെ പന്തിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ മത്സരം. ഒരുത്തൻ പറഞ്ഞു, ഞാനാ പിടിച്ചത്, അതുകൊണ്ട് ഞാൻ വിളമ്പുന്നു. വേറൊരുത്തൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും ചെറിയവൻ, അതുകൊണ്ട് ഞാൻ വിളമ്പുന്നു. ഏറ്റവും പ്രായമുള്ള ആൾ പറഞ്ഞു, കാരണവർ ഞാനായതുകൊണ്ട് ഞാൻ വിളമ്പുന്നു. അങ്ങനെ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പാദസരമൊക്കെ കിരിക്കിങ്ങനെ കിങ്ങിനിയായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുന്നത്. ഭഗവാനെ കണ്ടതും ആ മോഹിനി ഈ രൂപത്തിൽ അവർ ആകർഷിതരായിട്ട് അമൃതകലശമൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട്, എന്താ പേര്, എവിടുന്നാ വന്നത്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഭഗവാന് തോന്നി ഇക്കണക്കിന് പോയാൽ വേഗം വീഴുവരുന്ന്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വീഴ്ത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, എന്നെ ഒന്നും വിശ്വസിക്കേണ്ട, ഞാനിങ്ങനെ വെറുതെ വന്നു എന്ന് മാത്രം. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? അതാ അവർക്ക് അറിയേണ്ടത്. ഭഗവാൻ പറഞ്ഞു, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാ എന്നെ കിട്ടുമെന്നോ, 99 വയസ്സുള്ള ഒരു അമ്മാവനെ. ഭഗവാൻ പറഞ്ഞു, അത്ര വേണമെന്നുണ്ടത്. അപ്പൊ ചെറിയ ആള് പറഞ്ഞു, എന്നെയല്ലേ കെട്ടേണ്ടത് എന്ന്. അങ്ങനെ അവർ തമ്മിൽ അതിന്റെ മത്സരമായപ്പോ ഭഗവാന് തോന്നി ഇവരെ വീഴ്ത്താൻ വേഗം എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി ഏതായാലും കല്യാണം കഴിക്കാൻ വിഷമല്ലേ, ഒരാളല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ഞാൻ കെട്ടാൻ. അപ്പൊ എല്ലാവരും ഇടിയും കുത്തുവോ, എന്നെ കെട്ടുമെന്ന്. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു മത്സരം നടത്താം, അതിൽ വിജയിക്കുന്നവരെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഓ, എന്ത് മത്സരത്തിനും തയ്യാറാണ് ഞങ്ങളെന്ന്. ഞാനൊരു പെണ്ണ, എന്നെ വിശ്വസിക്കരുത് എന്ന്. അമൃതകലശം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വിളമ്പി തന്നാ മതി എന്ന്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഭഗവാൻ പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് ഇരുന്നോളൂ എന്ന്. ആരാണോ അവസാനം കണ്ണു തുറക്കുന്നത് അവർക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നു. ഇത് കേട്ടപ്പോഴും കേട്ട നിമിഷം തന്നെ എല്ലാവരും കണ്ണൊക്കെ അങ്ങനെ മുറുകി പിടിച്ച് അടയ്ക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, അവസാനം തുറക്കുന്നവരാണ് കേട്ടോ. ശരി, അവരിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ ദേവന്മാരെയൊക്കെ പിടിച്ചിരുത്തി അവർക്ക് വിളമ്പി കൊടുത്തു. അവരിങ്ങനെ കഴിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അസുരന്മാരിൽ ഭാനു എന്ന് പറയുന്ന ആള് കേട്ടു. അയാളൊന്ന് പതുക്കെ കണ്ണു തുറന്നു നോക്കി. അപ്പൊ ദേവന്മാരൊക്കെ അങ്ങനെ അമൃതങ്ങനെ
നമ്മള് അടപ്രഥമം കഴിക്കുന്ന പോലെയാണ് കഴിക്കണതേ. ചിലർ അടപ്രഥമം കഴിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരെ കേൾക്കും. ഒരു ആസ്വാദനമൊക്കെ ഭയങ്കരമായിരിക്കും. അത് കേട്ടിട്ടാണ് ഇവര് കണ്ണു തുറന്നത്. ഉടനെ ഇയാൾ വിളിച്ചു പറഞ്ഞു, ദേ നമ്മളെ പറ്റിച്ചു, അമൃതൊക്കെ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തിരിക്കണമെന്ന്. അസുരന്മാരെ വിളിച്ചു പറയാ, നീയോ കണ്ണു തുറന്ന് ഞങ്ങൾ തുറക്കില്ല എന്ന്, നിനക്ക് പെണ്ണിനെ കിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാതിരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഭാനം ശരീരം മാറിക്കൊണ്ട് ദേവന്മാരുടെ പന്തിയിൽ പോയിട്ടിരുന്നു എന്നാണ്. അവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും നടുവിൽ പോയിരുന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ വിളമ്പിക്കൊടുത്തുകൊണ്ട് അവനും കൊടുത്ത സമയത്ത് അവൻ കഴിക്കുമ്പോൾ ദ്രംഷ്ടകൾ കണ്ടു അവന്റെ വായിൽ നിന്നാണ്. അപ്പോഴേക്കും ഭഗവാൻ സുദർശനമൂർത്തിയെ സ്മരിച്ച് അവന്റെ കഴുത്ത് വെട്ടിയപ്പോഴേക്കും അമൃത തൊണ്ടയിൽ വരെ എത്തി. അതുകൊണ്ട് അവന്റെ ശിരസ്സിന് മരണം ഉണ്ടായില്ല. അങ്ങനെ രാഹു എന്ന ഭാവത്തിലേക്ക് അവൻ മാറിത്തീർന്നു. പിന്നെ അവന്റെ ജോലി സൂര്യനെയും ചന്ദ്രനെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് പിടിച്ചു വിഴുങ്ങാൻ. 5000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കഥാരൂപത്തിൽ പറഞ്ഞു തന്ന ഒരു പൂർവികന്മാരാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്, ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്? ഈ രാഹു എന്നതൊരു നിഴലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നക്ഷത്രമല്ലാതെ നക്ഷത്രമായിട്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് രാഹുദോഷം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ദോഷമൊന്നും ഇല്ല. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദോഷം, അതൊരു സാങ്കല്പികമാണത്. രാഹുകാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു സാങ്കല്പികമാണത്. അത് ഇവിടെ നമ്മൾ രാഹുകാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോകുമ്പോൾ അത് രാഹുകാലായിരിക്കുമോ? ആയിരിക്കില്ല. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു സങ്കല്പം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്കതുള്ളൂ. വേറെ ദിക്കിലേക്ക് പോകുമ്പോൾ അതില്ല, നമുക്കില്ല എന്ന് പറയാണ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ല എന്ന ഇവിടെ ഇരിക്കുന്ന നമുക്കിപ്പോ സൂര്യനുണ്ട്, അമേരിക്കക്കാർക്കും സൂര്യനുണ്ട്, എല്ലാവർക്കും സൂര്യനുണ്ട്, ഒരു വ്യത്യാസമില്ല. ഇപ്പൊ അവർ സൂര്യനെ കാണുന്നില്ല എന്ന് മാത്രം. ഇങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് ഭഗവാൻ അവർക്ക് അമൃത് കൊടുത്ത് അവരനുഗ്രഹിച്ചു എന്നാണ് കഥ. അപ്പൊ ഈ കഥയിലൂടെയും എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇവിടെ പാലാഴി മദനം എന്ന് പറഞ്ഞാൽ, പാലെന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നാണല്ലോ, ചൈതന്യം എന്നാണല്ലോ അർത്ഥം, പ്രകാശം ആണല്ലോ അർത്ഥം. നമ്മുടെ ജീവിതത്തെ പ്രകാശമാക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ മഥനം ചെയ്യുന്നതിനെയാണ് പാലാഴി മഥനം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിനെയാണ് മഥനം ചെയ്യേണ്ടത്. എന്താണ് ഈ മനസ്സിലുള്ളത്? മനസ്സിൽ ആണ് തളർച്ചയും അവശതയും, മനസ്സിലാണ് ആസുരിക സംസ്കാരവും എല്ലാം ഉള്ളത്. മനസ്സ് തളർന്നാൽ നമ്മൾ തളർന്നു. അതാണല്ലോ ദേവന്മാർക്ക് കിട്ടിയ ശാപം. തളർച്ചയാണല്ലോ, അവശതയാണല്ലോ, ജരാനരയാണല്ലോ. അപ്പൊ ഇതെല്ലാം ശാപം കിട്ടിയതുപോലെ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അതിൽ നിന്നും ഉയരാൻ എന്താ വേണ്ടത്? അമൃത് കഴിക്കണം. എന്താണ് അമൃതം എന്ന് പറഞ്ഞാൽ? മൃതമില്ലാത്തതിനെ അനുഭവിക്കണം എന്ന് വച്ചാൽ നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രേമിക്കണം, ധ്യാനിക്കണം, ഉറപ്പിക്കണം. മനസ്സുകൊണ്ട് നാശമില്ലാത്ത ഈശ്വര ചൈതന്യത്തെ സ്മരിക്കുന്നതാണ് പാലാഴി മദനത്തിലൂടെ നേടിയെടുക്കേണ്ട അമൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പുറമേ നടക്കുന്നതല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന മദനമാണ്. അങ്ങനെ ആരാണോ ഈശ്വര പ്രേമത്തിൽ ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഐശ്വര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോ ഉച്ചൈസ്രവസ് എന്ന കുതിര വന്നു പറഞ്ഞാൽ വീണ്ടും അവർക്ക് ഈശ്വരനിലേക്ക് ഉയരും തോറും ജീവിക്കാനുള്ള ഊർജവും ഉണർവും പ്രസരിപ്പും ആവേശവും വരുന്നു. വീണ്ടും ഐരാവതം വരുന്നു പറഞ്ഞാൽ ശക്തിയുടെ പ്രതീകമാണ് ആന. അപ്പോ അങ്ങനെ ശക്തി അവർക്ക് കിട്ടുന്നതാണ്. വീണ്ടും ലക്ഷ്മി വരുന്നു പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെല്ലാ ഐശ്വര്യങ്ങളും, ശാന്തി ഉണ്ടാവും, സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, ഇതൊക്കെ അവർക്കുണ്ടാവുമെന്ന് പറയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഭഗവത് പ്രേമത്തിലേക്ക് നമ്മൾ ഉയരും തോറും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതുതന്നെയാണ് പാലാഴി മഥനം. അവസാനം മനസ്സ് അമൃതത്വത്തെ കൈവരിക്കും എന്ന് പറയാം. മൃതം ഇല്ലാത്ത അവസ്ഥയാണ് അമൃതം എന്ന് പറയുക. വാസ്തവത്തിൽ നമ്മുടെ എല്ലാ സംസ്കൃതിയെയും, എല്ലാ ഉപനിഷത്ത് മന്ത്രങ്ങളെയും, വേദമന്ത്രങ്ങളെയും സംഗ്രഹിച്ചു കഴിഞ്ഞാൽ 3 ശ്ലോകങ്ങളിൽ നമുക്ക് ഒതുക്കാവുന്നതേയുള്ളൂ. എന്താണത്? അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്കുള്ള യാത്ര. അതായത് മരണമുള്ള ശരീരത്തെ അതിവർത്തിച്ച്
മരണമില്ലാത്ത മനസ്സിനെ മരണമില്ലാത്ത ഈശ്വര ചൈതന്യത്തിലേക്ക് ഉറപ്പിക്കുന്ന യാത്രയാണ് അമൃതത്വത്തിലേക്കുള്ള യാത്ര. അത് നമുക്കിവിടെ വെച്ച് കൈവരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മദനമാണ് പാലാഴി മദനം. അപ്പൊ ഇവിടെ പാലാഴിയായിട്ട് മനസ്സിരിക്കുന്നു, മദനം ചെയ്യുന്ന മന്ദരപർവ്വതമായിട്ട് നമ്മുടെ വിവേകബുദ്ധി ഇരിക്കുന്നു. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആസുരികവും ദൈവീകവുമായ ശക്തികൾ നമ്മളിലുണ്ട്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടെ ഭഗവാനുമുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യം എപ്പോഴും കൂടെയുണ്ട്, നമുക്ക് പ്രചോദനം തന്നുകൊണ്ട്. അങ്ങനെ നമുക്ക് ആ മദനത്തിലേക്ക് ഉയരണമെങ്കിൽ എന്തു വേണം? ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് കൂർമോങ്കാനീവ സർവ എല്ലാ അംഗങ്ങളെയും കൂർമ്മത്തെ പോലെ ഉള്ളിലേക്ക് പിൻവലിപ്പിച്ചുകൊണ്ട് യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന ആ ഒരു ആമയുടെ ചിത്രമുണ്ടല്ലോ. എല്ലാ അംഗങ്ങളും ഉള്ളിലേക്ക് വലിച്ച് കട്ടിയുള്ള പുറന്തോടുകൂടിയ ജീവി വാസ്തവത്തിൽ ഭഗവത് ശക്തി തന്നെയാണ് പ്രിയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളോടും നമ്മൾ പറയേണ്ടത് നിങ്ങൾ കാണുന്നതല്ല സത്യം, ആ കാണുന്നതിനെ സത്യമാക്കി തീർക്കുന്നതൊരു മനസ്സും ആ മനസ്സിനെ സത്യമാക്കി തീർക്കുന്നത് ഈശ്വര ചൈതന്യവുമാണെന്ന് മനസ്സിലാക്കിക്കൊടുത്ത് അങ്ങനെ ഭഗവത് പ്രേമത്തിലേക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൊണ്ടുവരണം എന്ന് ഈ കഥയിലൂടെ സൂക്ഷ്മമായി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോ ആസുരിക സംസ്കാരത്തിൽ നിന്നും ദൈവീക സംസ്കാരത്തിലേക്കും ദൈവീക സംസ്കാരത്തിൽ നിന്നും അമൃതത്വത്തിലേക്കും ഉയരാൻ സാധിക്കുമെന്ന് ഭാഗവതം പറഞ്ഞു. ഇനി ഈ കഥയെ ആസ്പദമാക്കിയിട്ടാണ് അയ്യപ്പസ്വാമിയുടെ കഥ പറയാറ്. അതായത് ഭഗവാന്റെ മോഹിനി രൂപം കാണാൻ ഒരു ദിവസം പരമശിവനൊരു മോഹം. അങ്ങനെ പരമശിവൻ ഭഗവാനോട് വന്ന് പറഞ്ഞു, അവിടുന്ന് ഒരു വേഷം കിട്ടിയെന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടു. എനിക്കാണെച്ചാൽ അന്ന് തൊണ്ടയിൽ മുഴുവൻ വിഷമായതുകൊണ്ട് കാണാനും പറ്റിയില്ല. അതുകൊണ്ട് എനിക്കൊന്നുകൂടി കാണണം, എനിക്കൊന്ന് കാണണമെന്നൊരു മോഹമുണ്ടെന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, അയ്യോ എന്റെ പരമശിവ, അത് കണ്ട വലിയ അപകടമാണ്, വലിയ ബുദ്ധിമുട്ട് പിടിച്ച രൂപമാണത്, എന്തിനാ അങ്ങ് വെറുതെ കുഴപ്പത്തിലേക്ക് പോണത്? വേണ്ട, അങ്ങ് പാർവതീദേവിയോടുകൂടി ചോദിക്കൂ, എന്നിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാന്ന്. അങ്ങനെ പരമശിവൻ പാർവതീദേവിയോട് പറഞ്ഞു, കണ്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്, ദൂരെ നിന്ന് നോക്കിയാൽ പോരെ, അങ്ങനെ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ പാർവതീദേവിക്ക് ഒരു തോന്നൽ തോന്നി, എന്നേക്കാളും സൗന്ദര്യമൊക്കെ മോഹിനിദേവിക്ക് ഉണ്ടാവൂ, ഒന്ന് കാണണമല്ലോ അതെന്ന്. അങ്ങനെ പരമശിവനോട് പറഞ്ഞു, അങ്ങ് പോകണ്ട, ഞാൻ പോയി കാണാമെന്ന്. പരമശിവൻ പറഞ്ഞു, അത് പറ്റില്ല, നമുക്ക് രണ്ടുപേർക്ക് കൂടി കാണാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ തന്റെ മോഹിനി രൂപത്തെ പരമശിവന് കാണിച്ചു കൊടുത്തു എന്നാണ്. ഭഗവാനും പാർവതീദേവിയും കൂടി ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ ധ്യാനത്തിൽ നിൽക്കുമ്പോൾ ഒരു സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് കാറ്റിലൂടെ. നോക്കിയപ്പോൾ കാണുന്നത് അതിമനോഹരമായിട്ടൊരു രൂപം, സ്ത്രീയുടെ രൂപം. അതും സാരി ഇങ്ങനെ കാറ്റത്തിങ്ങനെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ പരമശിവനൊന്ന് നോക്കിയപ്പോൾ ആ ദേവി ഒന്ന് കടക്കണ്ണിട്ട് നോക്കി ഭഗവാനെ. ആ നോട്ടത്തിൽ പരമശിവൻ പാർവതീദേവിയെ മറന്നുപോയിന. പിന്നെ നേരെ ഓട്ടാണ് മോഹിനി ദേവിയുടെ പിന്നാലെ. പാർവതീദേവി ഉറക്കം വിളിച്ചു പറയേണ്ടത്, ഭഗവാനെ പരമശിവ നിൽക്കൂ നിൽക്കൂ. അതൊന്നും കേട്ട ഭാവിയെ നടിച്ചില്ല, ഓട്ടത്തോട് ഓട്ടം. അവിടെ ചെന്ന് മോഹിനി ദേവി ഒന്ന് കടന്നു പിടിക്കാൻ നിശ്ചയിച്ചു. പിടിക്കാൻ വേണ്ടിയിട്ട് ചാടിയതും ദേവി കൊതറി ഓടി. ആ ഓട്ടത്തിൽ ദേവിയുടെ സാരിയിൽ പിടുത്തം വന്നു, സാരി അഴിഞ്ഞുപോയി. അപ്പൊ ആ നഗ്നമായ ശരീരം കൂടി കണ്ടപ്പോഴേക്കും പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല പരമശിവന്. വളരെയധികം കാമാവേശത്താലും മറ്റും ആ ദേവിയെ അങ്ങോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും രേതസ് പുറത്തുപോയി എന്നാണ്. ആ സമയത്ത് ഒരു ഉണർവ് വന്നു, അയ്യയ്യോ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് എന്ന്. വേഗം തിരിഞ്ഞു നോക്കുമ്പോണ്ട് പാർവതീദേവി ഇതൊക്കെ കണ്ടിട്ട് മൂക്കത്ത് വിരലും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കഷ്ടം, ഇത്ര വലിയൊരു ഗംഭീരനായിട്ടുള്ള പരമശിവൻ ഈ അവസ്ഥയിലെത്തിയോന്ന്. ആ സമയത്ത് പരമശിവൻ വന്നിട്ട് പറയാണ്, എന്റെ ദേവി എനിക്കോ നിയന്ത്രിക്കാൻ പറ്റിയില്ല, പിന്നെണ്ടോ സാധാരണക്കാരുടെ കാര്യം. അത് ഭയങ്കര ചിത്രം തന്നെയാണ് ഈ മോഹിനി രൂപം എന്ന് വന്നിട്ട് രണ്ടുപേരും ഭഗവാനെ സ്തുതിച്ചു എന്നാണ് കഥ. അങ്ങനെ ഇത് ആര് വായിക്കുന്നോ അവർക്ക് കാമത്തിൽ നിന്നും മുക്തി കിട്ടും എന്നിവിടെ ഫലശ്രുതി പറയാണ്. അപ്പൊ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭഗവാൻ അയ്യപ്പന്റെ കഥ പറയാറ്. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. മോഹിനി ദേവിയുമായി പരമശിവൻ ഒരിക്കലും ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മോഹിനി ദേവിയുടെ ഗർഭത്തിലേക്ക് പരമശിവന്റെ ബീജം വീണിട്ടുമില്ല. ഭാഗവതത്തിൽ പറയുന്നത് ആ ഭഗവാന്റെ ബീജം ഭൂമിയിൽ വീണ് അത് സ്വർണമായി വെള്ളിയെന്നൊക്കെയാണ് ഭാഗവതത്തിലെ കഥകൾ പറയുന്നത്. അപ്പൊ പിന്നെ അയ്യപ്പൻ അങ്ങനെയൊരു കഥയിലൂടെ അവതരിപ്പിക്കുന്നതോ
അതൊരു പക്ഷേ കാലഘട്ടം കൊണ്ടുണ്ടായതായിരിക്കാം ഹരിഹരപുത്രൻ എന്നൊരു സങ്കല്പം. എന്നാൽ ഈ കഥയിലൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് അയ്യപ്പനിലൂടെ പഠിക്കേണ്ട കാര്യം, അയ്യപ്പന്റെ യഥാർത്ഥ പേര് ധർമ്മശാസ്താവ് എന്നാണ്. പലരും ശബരിമലയ്ക്ക് പോകുന്നവരിതൊന്നും മനസ്സിലാക്കാറില്ല. ധർമ്മശാസ്താവ് എന്നാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്നുള്ളത് പിന്നീട് വന്നതാണ്. വാസ്തവത്തിൽ അയ്യപ്പൻ എന്നത് സംസ്കൃത പേരുമല്ല. സംസ്കൃതത്തിൽ അപ്പൻ എന്ന ശബ്ദമുണ്ട്, അയ്യൻ എന്ന ശബ്ദമുണ്ട്. ഒരു പക്ഷേ കാലഘട്ടം കൊണ്ട് അയ്യനും അപ്പനും കൂടിച്ചേർന്ന് അയ്യപ്പൻ എന്നൊരു വിളി വന്നതായിരിക്കാം. അതിനു മുമ്പ് തന്നെ ഇപ്പോഴും ശബരിമലയിൽ പഴയ ആളുകൾ പോകുമ്പോൾ അവർ പറയുക ശബരിമല ധർമ്മശാസ്താവ് എന്നാണ്. ആ പേര് തന്നെ അങ്ങനെ വരുള്ളൂ, ധർമ്മശാസ്താവ് എന്ന്. അപ്പൊ ആരാണ് ധർമ്മശാസ്താവ്? ധർമ്മം അനുശാസിക്കുന്നവൻ ആരോ അവൻ ധർമ്മശാസ്താവെന്ന്. ഭഗവാൻ ധർമ്മത്തെ പറഞ്ഞു തരുന്നു. അനുശാസിക്കുന്ന പറഞ്ഞു തരിക, കാണിച്ചു തരിക. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മെ ഓരോരുത്തരെയും ധരിച്ചിരിക്കുന്ന സത്യമേതോ അത് ധർമ്മം. ധരതി ഇതി ധർമ്മം. നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്ന, ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് ധർമ്മം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ഭഗവാൻ ധർമ്മശാസ്താവ് നമ്മളെ ഉയർത്തുന്നു. മനസ്സിലായില്ല? അതായത് ധർമ്മശാസ്താവ് ഒരു ഗുരുവിന്റെ രൂപത്തിലിരുന്ന് നമ്മളെ ഓരോരുത്തരെയും ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയർത്തുന്നു. ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്? ഭഗവാൻ മുദ്രയുടെ രൂപത്തിലാണ് നമ്മളെ ഉപദേശിക്കുന്നത്. ചിന്മുദ്രാങ്കിതനായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. ഭഗവാന്റെ ആ യോഗ സ്ഥിതിയുണ്ടല്ലോ, ചിന്മുദ്രയിലാണ്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ, ഋഷീശ്വരന്മാര് വാക്കുകളിലൂടെയല്ല ഉപദേശിക്കുക, അവർക്ക് മുദ്രയിലൂടെ ഉപദേശിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുരുനാഥനുണ്ട് നമുക്ക്. അദ്ദേഹത്തിന്റെ പേരാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി മുദ്രയിലൂടെയാണ്, ചിന്മുദ്രാങ്കിതനായിട്ടാണ്. മൗനം വ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ ഋഷിഗണേ. ഇങ്ങനെ പറഞ്ഞ് ശങ്കരാചാര്യർ ആ മനോഹരമായ ചിത്രം നമുക്ക് കാണിച്ചു തരും.